ഈ ദിയാകൃഷ്ണയുടെ ഓബയോസിന്ന് ഒരു 3 പിള്ളേർ കുറെ സാധനം കട്ടെടുത്തെന്ന് പറഞ്ഞില്ലേ, കുറച്ച് പൈസ. ആ പിള്ളേർ പറയുന്നതാണ് ശരി. നിങ്ങൾ കേട്ട കറക്റ്റാണ്. ആ പിള്ളേർ പറയുന്നതാണ് ശരി. ഞാൻ വളരെ കാര്യമായിട്ട് സാധനം കണ്ടുപിടിച്ചതാണ്. ആദ്യം നമുക്ക് ആ പിള്ളേർ പറയുന്ന ശരിയായ സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് കേട്ട് നോക്കാം. വന്നതുകൊണ്ട് ഇത്രയും പേയ്മെന്റ് ഒക്കെ വന്നതുകൊണ്ട് നിന്റെ ചേട്ടൻ എന്തിനാ നിനക്ക് ഇത്രയും ക്യാഷ് ഒക്കെ വെച്ചിരുന്നത്? എന്റെ ചേട്ടൻ അബ്രോഡാണ്. ഒരു മന്തിൽ ചിലപ്പോൾ 1 ലാക്ക് അല്ലെങ്കിൽ കിട്ടുന്ന പോലെ ചേട്ടൻ എങ്ങനെ കിട്ടുമോ, ചിലപ്പം 1.5 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം അങ്ങനെയൊക്കെ എനിക്ക് അയച്ചിട്ടാണ്. 1.5 ലക്ഷം 2 ലക്ഷം ഒക്കെ ചേട്ടൻ അയച്ചു കൊടുക്കാറുണ്ട്. ചേട്ടൻ അയച്ചു കൊടുത്ത കഥയല്ലേ, ഇവരുടെ അക്കൗണ്ടിൽ വരുന്നതിന്റെ കഥ കേട്ടോ ഞാൻ പറഞ്ഞത് സത്യം എന്നുള്ളത്. അല്ല ചേട്ടൻ അയച്ചു കൊടുത്തതിന്റെ കേസല്ല. ഇവരുടെ ഇപ്പൊ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത് 63 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഉണ്ടെന്നുള്ളതാണ്. ഈ ലിക്വിഡ് മണിയൊക്കെ വിട്. അപ്പൊ 63 ലക്ഷം ഇവരവിടുന്ന് കട്ടിട്ടുണ്ട് അക്കൗണ്ട് പ്രകാരം. 63 ലക്ഷം രൂപ കട്ടത് 12 മാസം കൊണ്ടാണ്, ഡിവൈഡഡ് ബൈ 12 മാസം. അപ്പൊ 1 മാസം 5,25,000 രൂപയോളം ഇവർ കട്ടെടുത്തിട്ടുണ്ട്. ഈ 5,25,000 രൂപ ഒരു മാസത്തിൽ ഇവർ കട്ടെടുത്തിട്ട് 3 പേരായിട്ടാണ് ഷെയർ ചെയ്തത്. അപ്പൊ 5,25,000 3 പേര് വെച്ച് ഷെയർ ചെയ്യുമ്പോഴത്തേന് 1,75,000 രൂപ. കൊച്ചു പറഞ്ഞത് കറക്റ്റാ. ആ പുള്ളിക്കാരി പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. പക്ഷെ ചേട്ട അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞത് പാളി. അക്കൗണ്ട് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും സാറ് ഇതിലോട്ട് അയച്ചോ സാറ്, എൻ്റെ അക്കൗണ്ടാണെന്ന് പറഞ്ഞ് ഓബയോസിന്ന് മേടിച്ചിട്ടുണ്ട്. അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒളിവിൽ പോയിട്ടുണ്ട്. പെട്ടെന്ന് അറസ്റ്റ് ആവും. സൂപ്പർ.